മദ്യനയത്തിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും. നീക്കം കോഴ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ബാർക്കോഴ വിവാദം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് UDF. ബാർക്കോഴ LDFന്റെ അവസാനത്തിന് വഴിതെളിക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. 900 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. വിതരണം ചെയ്യാനുള്ളത് 5 മാസത്തെ കുടിശ്ശിക. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുമായി മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും. രാസമാലിന്യങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് കുഫോസ്. അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലെന്ന് റിപ്പോർട്ട്. രാസമാലിന്യം കണ്ടെത്തിയിട്ടില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. എൻഡോസൾഫാൻ ബാധിതയ്ക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകി കാറടുക്ക സഹകരണ സംഘം. ലക്ഷ്മിക്ക് 1 ലക്ഷം രൂപ കൈമാറി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ യെല്ലോ അലർട്ട്. മറ്റു ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പുകളില്ല. മഴക്കെടുതിയിൽ 3 മരണം. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്ഥിരം കുറ്റവാളി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ കുറിച്ച് അന്വേഷണം. തെളിവെടുപ്പിനിടെ പ്രതി സലീമിനെതിരെ പാഞ്ഞെടുത്ത് നാട്ടുകാർ. രാജ്യത്ത് 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ബംഗാളിൽ സംഘർഷം. BJP സ്ഥാനാർത്ഥിക്ക് നേരെ കല്ലേറ്. വോട്ട് രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധിയും സോണിയയും അടക്കം പ്രമുഖർ.